ടോപ്പ് ട്യൂഷൻ്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ മാത്സിൻ്റെ ചാപ്റ്റർ 2 ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 38 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. അപ്പോൾ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് സർക്കിൾ. അപ്പോൾ ആ സർക്കിളിലൂടെ നമ്മളൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഈ ആർക്കിൻ്റെ ഫ്രാക്ഷൻ കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ആർക്കിൻ്റെ രണ്ടറ്റത്തു നിന്നും നമ്മൾ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യാൻ ആണ് പോകുന്നത്. ഓക്കെ, എവിടേക്ക്? സെൻറ്ററിലോട്ട്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായി? ഒരു ആർക്ക് ഫോം ചെയ്തു. ആ ആർക്കിന് എന്താണ്? ഒരു സെൻട്രൽ ആംഗിൾ കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് ആർക്കിൻ്റെ അറ്റത്ത് നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു രണ്ട് ലൈൻസ് ജോയിൻ ചെയ്തപ്പോൾ ഒരു ആർക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 40 × 2 = 80 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. കാരണം എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് ഓൺ ദ സർക്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. അപ്പോൾ അതിന് നമ്മൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കിട്ടി 80 ഡിഗ്രി എന്ന്. ഓക്കെ, ഇനി നമുക്കിതെല്ലാം ആവശ്യം. നമുക്ക് വേണ്ട എന്താണ്? ഈ ആർക്ക്, ഈ സർക്കിളിൻ്റെ എത്ര ഫ്രാക്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടി 80 ഡിഗ്രി എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് 80/360 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/9 ഓഫ് ദി സർക്കിൾ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ 2/9 ആണ് എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വയർ ബെൻഡ് ചെയ്തിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സെൻറ്ററിലാക്കി വെച്ച സമയത്ത് ഈ വയറിൻ്റെ ഉള്ളിൽ സർക്കിളിൻ്റെ 1/10 പോർഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാര്യം പറയുന്നത് വെച്ചാൽ ഈ സെയിം വയർ തന്നെ സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ, ഒരു കോർണറിലേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സർക്കിളിൻ്റെ എത്ര പോർഷൻ ആയിരിക്കും ഈ വയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക? ഇനി അതേപോലെ തന്നെ തേർഡ് പിക്ചറിലും ഇതേപോലെ നമ്മൾ വയർ ഒരു കോർണറിലേക്ക് ആക്കി സെറ്റ് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ എത്ര പോർഷൻ ആയിരിക്കും ഈ വയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബെൻഡ് ചെയ്ത വയർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആർക്കിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ആംഗിൾ ഓഫ് ദ വയർ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് കണ്ടെയ്നർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വയർ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഇതാണ്. ഇപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഒരു ആർക്കാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്? സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രി ആംഗിൾ ആകുമ്പോൾ ഈ ആർക്കിൻ്റെ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ജസ്റ്റ് എന്ത് ചെയ്യുക? 360 × 1/10 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വയർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആംഗിൾ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് 36 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന വയർ സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്ക്, ഒരു കോർണറിലേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഭാഗം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി വയർ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ അറിയാം 36 ഡിഗ്രി എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു ആർക്കാണല്ലോ അത് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ആർക്കിൻ്റെ രണ്ടറ്റത്തു നിന്നും നമ്മൾ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യും. അപ്പോൾ നേരത്തെ തിയറി, അതായത് ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് ഈസ് ദി ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന തിയറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതിനെ നേരെ തിരിച്ചു ആലോചിക്കുക. അപ്പോൾ 36 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 72 ഡിഗ്രി ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടി. അപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടിയല്ലോ 72 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷനാണ് നമുക്ക് അറിയേണ്ടത് സർക്കിളിൻ്റെ എത്രയാണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? 72 / 360 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/5 എന്ന് ഈ പോർഷൻ കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ പിക്ചറിലും നമുക്ക് സർക്കിളിൻ്റെ ഈ പോർഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്.
അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വയർ ഉണ്ടാക്കിയിരിക്കുന്ന ആർക്കിൻ്റെ രണ്ടറ്റത്തു നിന്നും ഞാൻ രണ്ട് ലൈൻസ് കൂടി സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ആർക്ക് വീണ്ടും കിട്ടും. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തിയറി ഉദ്ദേശിച്ചിട്ട് 36 × 2 എന്ന് പറയുമ്പോൾ 72 ഡിഗ്രിയാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് 72 / 360 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഇൻക്ലൂഡഡ് പോർഷൻ്റെ ലെങ്ത്ത് കിട്ടും. ദാറ്റ് ഈസ് 1/5 എന്ന്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് താഴെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ നമുക്ക് കാണുന്നുണ്ടാവും ചില ആംഗിൾസ് ഒക്കെ മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പം ഈ മിസ്സിംഗ് ആംഗിൾസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് മൈനർ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 100 ഡിഗ്രി. എന്നിട്ട് ഈ ആർക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു അറ്റത്തേക്ക് സർക്കിളുടെ ഒരു പോയിന്റിലേക്ക് രണ്ട് ലൈൻസ് ജോയിൻ ചെയ്ത് ഇവിടെയും ഒരു ആർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് തിയറം, അതായത് ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് ഓൺ ദ സർക്കിൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? 100 / 2 എന്ന് പറയുമ്പോൾ 50 ആയിരിക്കും ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിച്ചു 50 ഡിഗ്രി എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു പോർഷനിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മേജർ ആർക്കിൻ്റെ ആംഗിൾ എത്രയാണെന്നുള്ളത് അറിയണം. ഇവിടെ മൈനർ ആർക്ക് എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അപ്പോൾ മേജർ ആർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ടോട്ടൽ സർക്കിളുടെ ആംഗിൾ എന്ന് പറയുന്നത് 360യിൽ നിന്നും എന്ത് ചെയ്താൽ മതി? 100 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും മേജർ ആർക്കിൻ്റെ ആംഗിൾ 260 എന്ന്. ഓക്കെ, അപ്പോൾ ഈ 260 ഡിഗ്രി കിട്ടി. അപ്പോൾ മേജർ ആർക്കിൻ്റെ ആംഗിൾ കിട്ടി. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 260 എന്ന് പറയുന്നത് മേജർ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ. അപ്പോൾ 260 / 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 130 ഡിഗ്രി എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പിക്ചറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് മേജർ ആർക്ക് തന്നിട്ടുണ്ട്. മേജർ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 240 ഡിഗ്രി എന്ന്. ഓക്കെ, എന്നിട്ട് ഈ മേജർ ആർക്കിൻ്റെ എൻഡിൽ നിന്നുണ്ടായിരിക്കുന്ന ആംഗിളാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഫോംഡ് ബൈ ദി എൻഡ്സ് ഓഫ് ദ മേജർ ആർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 240 / 2 = 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പോർഷനിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ മൈനർ ആർക്കിൻ്റെ എൻഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ആംഗിളിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൈനർ ആർക്കിന് പക്ഷെ നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ തന്നിട്ടില്ല. സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ ഇവിടുത്തെ മേജർ ആർക്കിൽ നിന്ന് ടോട്ടൽ നമ്മുടെ സർക്കിളുടെ ആംഗിൾ മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 240 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് മൈനർ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. ഇനി ആംഗിൾ ഫോംഡ് ബൈ ദി മൈനർ ആർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 120 ഡിഗ്രീൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ 120ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സോൾവ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 46 മുതൽ 48 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോക്കിലെ 148 എന്ന് പറയുന്ന ടൈംസ് മൂന്നും ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിൾസുമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ കാരണം നമ്മുടെ സർക്കിള് 3 ആർക്കാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്, മൂന്നാമത്തെ ആർക്ക് ഇത്. അപ്പോൾ അങ്ങനെ 3 ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ട്രയാങ്കിളുടെ ഓരോ കോർണറിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം? 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പറുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്ന് അറിയണം, അല്ലേ? അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ പറയുന്ന സർക്കിളിൽ നമ്മളൊരു 12 പീസസ് ആക്കി മുറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 12 പീസസ് ആയിട്ട് മുറിക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമുക്ക് ഓരോ ആംഗിളും കിട്ടും.
അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 360 ഡിഗ്രീനെ നമ്മൾ ഈ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പറുകൾ തമ്മിലുള്ള ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി 30 ഡിഗ്രി. അപ്പോൾ ഓരോന്നിനെയും നടുവിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ആംഗിൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 4ഉം 8ഉം തമ്മിലുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഈ 4ൻ്റെയും 8ൻ്റെയും നടുവിൽ നമുക്ക് 4 ഈക്വൽ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 അങ്ങനെ 4 ഈക്വൽ ഡിസ്റ്റൻസസ് ആണുള്ളത്. അപ്പോൾ ഈ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 4 എന്ന് പറയുമ്പോൾ 4 × 30 എന്ന് പറയുമ്പോൾ നമുക്ക് 120 ഡിഗ്രിയാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന സെൻട്രൽ ആംഗിളിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതായത് ഒരു ആർക്കിൻ്റെ എൻഡിൽ നിന്ന് പോകുന്ന രണ്ട് ലൈനുകൾ ജോയിൻ ചെയ്തുണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് എന്നറിയാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി 120 ഡിഗ്രി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 120 ഡിഗ്രീൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഈ ഒരു കോർണറുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 120 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ കിട്ടി 60 ഡിഗ്രി എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ 4ഉം 8ഉം തമ്മിലുള്ള സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് 1ഉം 4ഉം തമ്മിൽ ഉണ്ടായിരിക്കുന്ന സെൻട്രൽ ആംഗിൾ എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം 1ഉം 4 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഈക്വൽ ഡിസ്റ്റൻസസ് ആണുള്ളത്. അപ്പോൾ 3 ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറുകൾ തമ്മിലുള്ളത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 3 × 30 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആർക്കിൻ്റെ എൻഡ് പോർഷനിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ആംഗിളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ 90 ഡിഗ്രീൻ്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും കോർണർ 8ലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 90 ഡിവൈഡ് ബൈ 2 = 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പോർഷൻ കോർണർ 8ലെയും കോർണർ 1ലെയും ആംഗിൾസ് കിട്ടി. ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ളത് കോർണർ 4ലുള്ള ആംഗിളാണ്. കോർണർ 4 എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇവിടെയുള്ളത്. അപ്പോൾ 1ഉം 8ഉം അതായത് 1ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1ഉം 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണുള്ളത്? 5 ഈക്വൽ ഡിസ്റ്റൻസസ് ആണ്. അപ്പോൾ 5 × 30 എന്ന് പറയുമ്പോൾ 150 ഡിഗ്രിയാണ് മൊത്തത്തിലുള്ള സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ. അപ്പോൾ 150 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ക്ലോക്കിലുള്ള 3 ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി, 75 ഡിഗ്രി, അതുപോലെ തന്നെ 60 ഡിഗ്രിയാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ക്ലോക്ക് ഫേസിൽ നമുക്ക് എത്ര ഇക്വലേറ്റർ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഇൻറ്റീരിയർ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആണ്. അതുകൂടാതെ തന്നെ വേർട്ടീസസിൽ നിന്നും ഫോം ആയിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ പോർഷൻ്റെ ആംഗിൾ എന്തായിരിക്കും? 120 ഡിഗ്രിയും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ എത്രണ്ണം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സെൻറ്റർ പോർഷൻ 120 ഡിഗ്രി, അതായത് സെൻറ്റർ ആയിട്ടുള്ള ആംഗിൾ 120 ഡിഗ്രി കിട്ടുന്ന വരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ആംഗിൾസ് പ്ലസ് ചെയ്ത് പോവാം. ദെൻ ടോട്ടൽ നമുക്ക് എവിടെയാണോ 120 ഡിഗ്രി കിട്ടുന്നത് അവിടെ മുതൽ നമ്മളൊരു ആംഗിൾ, അതായത് ഒരു സൈഡ് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 12 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 30 ഡിഗ്രി, വീണ്ടും ഒരു 30 ഡിഗ്രി, അപ്പോൾ 60 ആയി. പിന്നെ ഇവിടെ നിന്ന് ഒരു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90 ആയി. പിന്നെ ഇവിടെ ഒരു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി ആയി. അപ്പോൾ അത് മൊത്തത്തിൽ എന്തായി? 12 മുതൽ 4 വരെ നമുക്ക് 120 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു സൈഡ് വരച്ചു. അതേപോലെ 4 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 4 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു 30, വീണ്ടും ഒരു 30 എന്ന് പറയുമ്പോൾ 60 ആയി. വീണ്ടും ഇവിടെ നിന്നൊരു 30 എന്ന് പറയുമ്പോൾ 90, പിന്നെ ഒരു 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ സൈഡായി. ദെൻ വീണ്ടും ഇതേപോലെ 12 വരെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 120 ഡിഗ്രി കിട്ടുന്നുണ്ട്. ദെൻ ഒരു സൈഡായി.
അങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. നമുക്ക് 120 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ വേണം ഈ സൈഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്ക് 4 ഇക്വലേറ്റർ ട്രയാങ്കിളാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ പോസിബിൾ നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ 4, 8, 12ഉം അതുപോലെ തന്നെ 1, 5, 9 പിന്നെ വരുന്നതാണ് 2, 6, 10 പിന്നെ 3, 7, 11. അപ്പോൾ 4 പോസിബിൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനാണ്. നമുക്ക് ഒരു സർക്കിളിൻ്റെ സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൻ്റെ, അതായത് ഈ ഒരു പോർഷൻ്റെ സെൻട്രലായിട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ഡിഗ്രിയാണ്. അതായത് 60 × 2 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ സർക്കിളിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഓരോരോ മൂന്ന് സൈഡും ഇതുപോലെ വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കം റേഡിയസ് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ 2 ആംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ, 32 1/2ഉം 37 1/2ഉം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ആർക്കിൻ്റെ 2 എൻഡ് പോർഷനിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണിത്. ഇതൊരു ആർക്കാണ്. ഓക്കെ, ഈ ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിളാണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്കിൻ്റെ 2 അറ്റത്ത് നിന്ന് സെൻറ്ററിലേക്ക് ഒരു 2 ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു സെൻട്രൽ ആംഗിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ സെൻട്രൽ ആംഗിളിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ 32 1/2 × 2 എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ആംഗിൾ കിട്ടി 65 ഡിഗ്രി. ഇതേപോലെ തന്നെ നമ്മൾ ഈ പോർഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ആർക്കാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ 2 അറ്റത്തു നിന്നും നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 37 1/2ൻ്റെ ഡബിൾ ആയിട്ടുള്ള ആംഗിളാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 37 1/2 × 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ 75 ഡിഗ്രി. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ 3 സെൻറ്റിമീറ്റർ സർക്കിൾ വരച്ചതിന് ശേഷം സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് 75 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 65 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫിൽ നിന്നും ഒരു ചെറിയ സെമി സർക്കിൾ കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വലിയ സെമി സർക്കിളിൻ്റെ ഒരു അറ്റത്ത് നിന്നും ഈ ഒരു അറ്റം വരെ ഒരു ലൈനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ചോദ്യം, ഈ ലൈനും അതുപോലെ തന്നെ സെമി സർക്കിളും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ ലാർജർ സെമി സർക്കിളിനെ സ്മോളർ സെമി സർക്കിൾ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ലൈനിനൊരു പേര് കൊടുത്തു AED എന്നും, ദെൻ ഇവിടെ ABC എന്നും പേര് കൊടുത്തു. എന്നിട്ട് ഈ EBയും അതുപോലെ തന്നെ DCയും ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ EBയും DCയും ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ AEB അതുപോലെ തന്നെ ADC എന്ന് പറഞ്ഞ് 2 ആംഗിൾ ഫോം ചെയ്തു. ഈ 2 ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. സോ നമ്മൾ ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈക്വൽ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ EBയും DCയും പാരലൽ ആണെന്നും കൂടി നമുക്ക് പറയാമല്ലോ. കാരണം AEB = ആംഗിൾ ADC. അപ്പം EBയും DCയും പാരലലായി. ഇനി ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ AE/ED = AB/BC എന്ന് പറയാം. കാരണം എന്താണ്? ഈ EB കറക്റ്റായിട്ട് സെയിം പ്രൊപ്പോർഷനിൽ ഈ ADC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ EB ∥ DC. ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ AE/ED = AB/BC എന്ന് പറഞ്ഞു. ഈ AB/BC എന്ന് പറയുന്നതിനെ നമുക്ക് 1 ആക്കി എടുക്കാമല്ലോ. കാരണം എന്താണ്? ഈ AB = BC എന്ന് പറയുന്നത് സെമി സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് എന്തായി? നമ്മൾ 1 ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടി AE/ED = 1. അപ്പോൾ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ AE = ED എന്ന് എഴുതാനായിട്ട് പറ്റും. അതിനർത്ഥം എന്താണ്? ഈ ഒരു
എ ഇ ഈക്വൽ ടു ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ രണ്ടും ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് പറയാൻ പറ്റി ഈ ഒരു പോയിന്റിൽ സെമി സർക്കിൾ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ലാർജർ സെമി സർക്കിളിനെ സ്മോളർ സെമി സർക്കിൾ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളുടെ രണ്ട് ഈക്വൽ സൈഡ്സും ഡയാമീറ്റർ ആക്കി എടുത്തിട്ട് രണ്ട് സർക്കിൾസ് ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സർക്കിളും ഐസോസെലസ് ട്രയാങ്കിളുടെ മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഐസോസെലസ് ട്രയാങ്കിളിന് എ ബി സി എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. ഈ മിഡ് പോയിന്റിന് ഡി എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഈക്വൽ സൈഡ്സ് ആയിട്ടുള്ള എ ബി അതുപോലെ തന്നെ എ സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് ഈ വെർട്ടെക്സിൽ നിന്ന് ബി സി എന്ന് പറയുന്ന മൂന്നാമത്തെ സൈഡിലേക്ക് ഞാനൊരു ലൈൻ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു. അതായത് എയും ഡിയും ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ബി സി എന്ന് പറയുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എ ഡി എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ എ ഡി എന്ന് പറയുന്നത് ബി സിയുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളുടെ രണ്ട് ഈക്വൽ സൈഡ്സിൽ നിന്ന് വരുന്ന ലൈൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിന് ബൈസെക്ട് ചെയ്യും, അതുപോലെ തന്നെ അത് പെർപെൻഡിക്കുലറും ആയിരിക്കും. അതാണ് ഇതിന് പിന്നിലുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ലൈൻസും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എ ഡി ബി എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടി, എ ഡി സി എന്ന് പറയുന്ന ആംഗിളും കിട്ടി. രണ്ടും ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എ ഡി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതിൽ എന്താണ് ഈ ഡി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ ഒരു പോയിന്റ് കൂടിയാണ്. അതേപോലെ തന്നെ എ ഡി ബി കൺസിഡർ ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണ്. ഈ ഡി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സൈഡിൻ്റെ ഒരു പോയിന്റ് കൂടിയാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് മനസ്സിലായി? ഈ ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, അതും രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ട് സർക്കിളും ഈ ഡി എന്ന് പറയുന്ന മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു റോംബസ് തന്നിട്ടുണ്ട്. ആ റോംബസിൻ്റെ സൈഡുകൾ ഡയമീറ്റർ ആക്കി എടുത്തിട്ട് സർക്കിൾസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ സർക്കിളെല്ലാം ഒരു പർട്ടിക്കുലർ കോമൺ പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം റോംബസിനൊരു പേര് കൊടുത്തു, എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇതിൽ എ ബി എന്ന് പറയുന്നത് ബി സി സി ഡി എ ഡി ഇവരെല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്ന് എ സി ബി ഡി എന്ന് പറഞ്ഞ് രണ്ട് ഡയഗണൽസ് വരച്ചു. ഡയഗണൽസ് വരച്ചപ്പോൾ നമുക്കറിയാം ഒ എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. അപ്പോൾ ഇതിൽ എ സി എന്ന് പറയുന്ന ബി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ. നമുക്കറിയാം റോംബസിൽ രണ്ട് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിരിക്കും, ബൈസെക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ബി ഒ എന്ന് പറയുന്നത് ഒ ഡി എന്ന് പറയുന്നതും എ ഒ ഈക്വൽ ടു ഒ സി അങ്ങനെ ആയിരിക്കും. അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഡയഗണൽസ് ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് ഒ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എ ഒ ബി എന്ന് പറയുന്ന 90 ഡിഗ്രി ആണ്. ആൻഡ് ഈ ഒരു ഒ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ ഒരു പോയിന്റ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് എ ഒ ഡി കൺസിഡർ ചെയ്താൽ അത് 90 ഡിഗ്രി ആണ്. ഈ ഒ എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ ഒരു പോയിന്റ് ആണ്. ദെൻ ഡി ഒ സി 90 ഡിഗ്രി ആണ്. ഒ എന്ന് പറയുന്നത് ഡി സി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ പോയിന്റ്. ലൈക്വൈസ് ബി ഒ സി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളൊരു മിഡ് പോയിന്റ് ആണ് എന്ത്? ഈ ഒ എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും 4 സർക്കിളും ഈ ഒ എന്ന് പറയുന്ന കോമൺ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്കിളിൽ രണ്ട് കോഡ്, അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞ് രണ്ട് കോഡ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് കാരണം രണ്ട് ആർക്കുകൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് എ പി സി എന്ന് പറയുന്ന ആർക്കും മറ്റൊന്ന് ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കും. ഈ ബി ക്യു ഡിയും എ പി സിയും രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ എ പി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ബി ക്യു ഡി എന്ന് പറയുന്ന സെൻട്രൽ ആംഗിളും രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എ പി സി എന്ന് പറയുന്നതിലും ബി ക്യു ഡി എന്ന് പറയുന്ന രണ്ടറ്റത്തു നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡി എ എൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പോർഷൻ നമ്മൾ എൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഡി എ എൻ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എ പി സി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് ഒരു ആംഗിൾ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ആ ആംഗിളിനെ ഞാൻ എക്സ് ഡിഗ്രി എന്ന് എടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ ആംഗിളിനെ ഞാൻ എന്ത് ചെയ്തു, 2x ഡിഗ്രി എന്നും എടുത്തു. അതേപോലെ ഇവിടുത്തെ ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഈ ആംഗിളിനെ ഞാൻ വൈ ഡിഗ്രി എന്ന് എടുത്തു. സെൻട്രൽ ആംഗിളിനെ ഞാൻ എന്ത് ചെയ്തു, 2y ഡിഗ്രി എന്നും എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ട്രയാങ്കിൾ ഡി എ എൻ, അതുപോലെ തന്നെ ഡി എൻ എ, അതുപോലെ തന്നെ എ ഡി എൻ എന്ന് പറയുന്ന 3 ആംഗിൾസും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഇതിൽ എ ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിഗ്രിയാണ്, ഡി എ എൻ എന്ന് പറഞ്ഞാലും വൈ ഡിഗ്രിയാണ്, ഡി എൻ എ എന്ന് പറയുന്ന ഈ എൻ എന്താണ്, 90 ഡിഗ്രിയുമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് പ്ലസ് വൈ ദ ഹോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ 90 അങ്ങോട്ട് പോയി മൊത്തത്തിൽ ഈ എക്സ് ഡിഗ്രി, അതായത് ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൊത്തത്തിൽ 90 ഡിഗ്രി എന്നാണ്. ഇനി നമ്മുടെ സെൻട്രൽ ആംഗിൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പം നമ്മൾ രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിളായ 2y ഡിഗ്രി പ്ലസ് 2x ഡിഗ്രി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ 2 ഇൻറ്റു 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 180 ഡിഗ്രി എന്ന് കിട്ടി. അതായത് എ പി സി എന്ന ആർക്കും ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ രണ്ട് സെൻട്രൽ ആംഗിളും പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 180 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.